ഇടവമാസ പൂജാ നാളുകളിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് 37,878 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെയും സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. ഇടവമാസ പൂജയ്ക്ക് നട തുറന്ന മൂന്നാം ദിവസമായി ഇന്ന് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 37,878 ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. സന്നിധാനത്തിന്റെ വിവിധ മേഖലകൾ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഭക്തജന തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്നുണ്ട്. വേനലവധിയൊക്കെ കഴിയുന്ന മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജയുടെ സമയത്ത് 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനമുണ്ടാവുകയില്ല. പടിപൂജ കഴിഞ്ഞുള്ള സമയത്തും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും. 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. വരും ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് സൂചന നൽകുന്ന രീതിയിലുള്ള തിരക്കാണ്. 1 മണിക്കൂറുകളിലും തിരക്ക് ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി 80-ലധികം ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നതിന് സമാനമായ കാഴ്ചയാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കാണുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിലും തിരക്കുണ്ടാകുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഉണ്ട്. ഇന്ന് 19-ാം തീയതിയാണ് ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. 19-ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനി 2 ദിവസം മാത്രം ശേഷിക്കെ ഈ തിരക്ക് തുടർന്നു കഴിഞ്ഞാൽ തിരക്ക് ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ മാസപൂജ നാളുകളിൽ എത്തുന്നത് മലയാളികളാണ്. ആ കാഴ്ച തന്നെയാണ് ഇന്ന് ഈ ദിവസങ്ങളിലും സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. രാവിലെ മഴ ഉണ്ടായേക്കുമെന്ന് സൂചന നൽകുന്ന കാലാവസ്ഥയുമാണ് സന്നിധാനത്ത് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ഇടപെട്ടുള്ള മഴ പെയ്തു. ഇന്ന് പുലർച്ചെയും മഴ ഉണ്ടായിരുന്നു. ഇനിയും മഴ ഉണ്ടായേക്കുമെന്ന് സൂചന നൽകുന്ന കാർമേഘം മൂടിയ കാലാവസ്ഥയും തണുത്ത കാലാവസ്ഥയും മഞ്ഞും മഴയും ഉള്ള തണുത്ത കാലാവസ്ഥയുമാണ് സന്നിധാനത്ത് ഉള്ളത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി.